താരന്റെ ചികിത്സ പറയുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്നത് ഇത് താരൻ തന്നെയാണോ എന്നുള്ളത് ആദ്യം ഡിറ്റക്ട് ചെയ്യേണ്ടുന്നതാണ്. ഈ കണ്ടീഷൻ, ക്ലിനിക്കൽ കണ്ടീഷൻ ശരിക്കും ചിലതൊന്നും താരൻ എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കുന്നത് താരനാവണമെന്നില്ല. ലൈക്ക് ഇപ്പൊ സെബോറിക് ഡെർമറ്റൈറ്റിസിലാണെങ്കിലോ അല്ലെങ്കിൽ സ്കാൽപ് സോറിയാസിസ് ആണ് പ്രധാനമായും താരനാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ ചികിത്സ എടുക്കുകയും പിന്നെ ഒരു കറക്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആകാത്തത് കൊണ്ട് അത് വഷളാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ സ്കാൽപ് സോറിയാസിസ്. അപ്പം അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ആണോ എന്നൊക്കെ ഉള്ളത് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഈ താരന്റെ ഒരു ചികിത്സയ്ക്കായിട്ട് നമ്മൾ പോകാവൂ. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യം താരൻ പോലെ ഒരു പ്രസന്റേഷൻ നമ്മുടെ തലയിൽ കണ്ടു തുടങ്ങിയാൽ അപ്പോൾ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ, ഒരു ക്ലിനീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടുന്നതാണ്. ശേഷം മാത്രം നമ്മുടെ ചികിത്സ ആരംഭിക്കുകയാണ് വേണ്ടുന്നത്. കാരണം സ്വയം ചികിത്സ കൊണ്ട് പലപ്പോഴും ഒരുപാട് അപകടങ്ങൾ വരുത്തുന്ന ഒരു കണ്ടീഷനാണിത്. പലരും മാർക്കറ്റിൽ കാണുന്ന പല വസ്തുക്കളും വാങ്ങി ഉപയോഗിക്കും. അതിലൂടെ കണ്ടീഷൻ വഷളാകും. പിന്നെ ചികിത്സിക്കാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നായി തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ചികിത്സ ഉപയോഗിക്കാൻ പാടുള്ളൂ.